എക്സാമിലെ റൈറ്ററിലെ സ്റ്റൈൽ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആർട്ടിക്കിൾ ഓൺ സ്കൂൾ വിക്കി ഈസ് ഗിവൺ ഇൻ exam documents folder in home with the file name wiki.ott. Open this file in LibreOffice Writer and create a new heading style with the name School Wiki for all subheadings with the following attributes. The new style School Wiki is to be created in the heading 2 of the heading section. അതിനകത്ത് വേണ്ടത് ഫോണ്ട് ഫാമിലി ഉബുണ്ടു, സ്റ്റൈൽ ബോൾഡ്, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ റെഡ്. അപ്ലൈ ദ ന്യൂ സ്റ്റൈൽ ഫോർ ഓൾ സബ് ഹെഡിങ്സ്. അപ്പോൾ ആ സബ് ഹെഡിങ്സ് എല്ലാം ഗ്രീൻ കളറിലുള്ളതാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ ഇൻ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _question number as its ഫയൽ നെയിം. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ വിക്കിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ wiki.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്കൂൾ വിക്കി എന്ന പേരിൽ പുതിയ ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 2 എന്ന പേരിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അപ്പോൾ പുതിയ സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടത്. അതിനകത്ത് ഈ പറയുന്ന ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. അപ്പം എല്ലാ സബ് ഹെഡിങ്സും ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ wiki.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. എക്സാം ഡോക്യുമെൻസിൽ wiki.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഫയലിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഗ്രീൻ കളറിലുള്ളതാണ് സബ് ഹെഡിങ്സ്. അവിടെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ സ്റ്റൈൽസ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹെഡിങ് 2. ഹെഡിങ് വിഭാഗത്തിൽ ഹെഡിങ് 2ലാണ് പുതിയ തരത്തിലുള്ള സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഹെഡിങ് 2 സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഓർഗനൈസർ എന്നുള്ളിടത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന പേര് സ്കൂൾ വിക്കി എന്നുള്ളത് ടൈപ്പ് ചെയ്യാം അവിടെ. അപ്പം നമ്മൾക്ക് തന്നതുപോലെ ക്യാപിറ്റൽ സ്കൂൾ വിക്കിന്ന് കൊടുത്തു. അപ്പോൾ സ്കൂൾ വിക്കിന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫോണ്ട് എന്നുള്ളത് എടുത്തു. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോണ്ട് ഫാമിലി ഉബുണ്ടു ബോൾഡ്, ഫോണ്ട് സൈസ് 110%. അപ്പോൾ ഇവിടെ ഫാമിലി എന്നുള്ളിടത്ത് സെലക്ട് ചെയ്തിട്ട് ഉബുണ്ടു എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ബോൾഡ് സെലക്ട് ചെയ്തു. ഇവിടെ സൈസ് എന്നുള്ളത് 110% കൊടുക്കുക. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. ഫോണ്ട് കളർ റെഡ്. അപ്പോൾ ഫോണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തു. ഫോണ്ട് കളർ എന്നുള്ളിടത്ത് റെഡ് എന്ന് കൊടുത്തു. ഇവിടെ അപ്ലൈ ഓക്കെ എന്ന് കൊടുത്തു. അപ്പം നമ്മളിനി സ്റ്റൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റൈല് ഈ പറയുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഗ്രീൻ കളറിലെ സബ് ഹെഡിങ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഹെഡിങ് 2 എന്ന് കാണാം. ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടുന്ന് മാറ്റാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് സ്കൂൾ വിക്കിന്ന് കൊടുക്കാം. അടുത്തത് ഇവിടെ സെലക്ട് ചെയ്തു സ്കൂൾ വിക്കിന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സേവ് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ exam10 എന്ന ഫോൾഡർ എടുക്കുന്നു. അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ആ രജിസ്റ്റർ നമ്പർ എടുത്തിട്ട് _question number 2 എന്നാണ് 2 കൊടുത്ത് സേവ് ചെയ്യുക.